നമുക്കിന്നൊരു കഥ കേട്ടാലോ? സ്വാഗതം. വെൽക്കം ബാക്ക് GT ത്രില്ലർ. അപ്പോൾ തുടങ്ങുകയല്ലേ? സ്വപ്നങ്ങളുടെ താക്കോൽ. ഒരു വലിയ നഗരത്തിൽ ആകാശത്തോളം ഉയരമുള്ള കെട്ടിടങ്ങൾക്കിടയിൽ ചെറിയൊരു ചായക്കടയുണ്ടായിരുന്നു. അരുൺ എന്നൊരു ചെറുപ്പക്കാരനായിരുന്നു അവിടത്തെ ജീവനക്കാരൻ. അരുണിന് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു വലിയ കലാകാരനാകണം എന്നായിരുന്നു അവന്റെ ഏറ്റവും വലിയ സ്വപ്നം. ഓരോ ചായ ഉണ്ടാക്കുമ്പോഴും അവൻ തന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. ഒരു ദിവസം വൃദ്ധനായൊരു ചിത്രകാരൻ ആ ചായക്കടയിൽ വന്നു. ദിവസവും അവിടെ വന്നിരുന്ന് ചായ കുടിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പതിവ്. അരുണിന് അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അരുൺ തന്റെ സ്വപ്നം ആ ചിത്രകാരനോട് പറഞ്ഞു. ചിത്രകാരൻ അരുണിന്റെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. മോനെ, സ്വപ്നങ്ങൾ കാണുന്നത് നല്ലതാണ്, എന്നാൽ അവ യാഥാർത്ഥ്യമാക്കാൻ കഠിനാധ്വാനം ചെയ്യണം, അദ്ദേഹം പറഞ്ഞു. അരുൺ ചോദിച്ചു, എനിക്കെങ്ങനെ കഠിനാധ്വാനം ചെയ്യാനാകും? ചിത്രകാരൻ അവന്റെ കൈയിൽ ഒരു ചെറിയ താക്കോൽ വെച്ചുകൊടുത്തു. ഈ താക്കോൽ നിന്റെ സ്വപ്നങ്ങളുടെ താക്കോലാണ്. ഓരോ തവണ നീ നിരാശനാകുമ്പോഴും ഈ താക്കോലിലേക്ക് നോക്കുക. നിനക്ക് മുന്നോട്ടു പോകാനുള്ള പ്രചോദനം ലഭിക്കും, അദ്ദേഹം പറഞ്ഞു. അരുൺ ആ താക്കോൽ സൂക്ഷിച്ചുവെച്ചു. ദിവസങ്ങൾ കടന്നുപോയി. അവൻ രാവും പകലും ചിത്രം വരയ്ക്കാൻ തുടങ്ങി. ചിലപ്പോൾ അവൻ തളർന്നു, ചിലപ്പോൾ നിരാശനായി. എന്നാൽ ഓരോ തവണയും അവൻ ആ താക്കോലിലേക്ക് നോക്കി. അത് അവന് പുതിയ ഊർജ്ജം നൽകി. വർഷങ്ങൾക്കുശേഷം അരുൺ ഒരു വലിയ ചിത്രകാരനായി മാറി. അവന്റെ ചിത്രങ്ങൾ ലോകം മുഴുവൻ പ്രശസ്തമായി. ഒരു ദിവസം അവൻ പഴയ ചായക്കടയിലേക്ക് തിരിച്ചുപോയി. ആ വൃദ്ധനായ ചിത്രകാരൻ അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. അരുൺ അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു നമസ്കരിച്ചു. നിങ്ങൾ നൽകിയ താക്കോലാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്, അവൻ പറഞ്ഞു. ചിത്രകാരൻ ചിരിച്ചു. താക്കോൽ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമായിരുന്നു. നിന്റെ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവുമാണ് നിന്നെ വിജയത്തിലെത്തിച്ചത്. അരുൺ ആ താക്കോൽ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അവന്റെ ജീവിതം മറ്റുള്ളവർക്കൊരു പ്രചോദനമായി മാറി. സ്വപ്നങ്ങൾ കാണാനും അവ യാഥാർത്ഥ്യമാക്കാൻ കഠിനാധ്വാനം ചെയ്യാനും അവൻ എല്ലാവരെയും പഠിപ്പിച്ചു. ഈ കഥ നൽകുന്ന പാഠം. ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും ആവശ്യമാണ് എന്നതാണ്. വെറും സ്വപ്നം കണ്ടിരുന്നാൽ മാത്രം പോരാ, അത് നേടാൻ കഠിനമായി പരിശ്രമിക്കുകയും പ്രതിബന്ധങ്ങളെ അതിജീവിക്കുകയും വേണം. കൂടാതെ മറ്റൊരാൾ നൽകുന്ന പ്രചോദനവും പിന്തുണയും നമ്മുടെ ലക്ഷ്യങ്ങളിലെത്താൻ സഹായകമാകും.